ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഷോപ്പിലേക്ക് പോണേക്കാട്ടിൽ മുന്നേ കാലത്തുള്ള കുറച്ച് പണികളാണ് കേട്ടോ. അപ്പോൾ കാലത്ത് മുറ്റടിച്ച വഴി തന്നെ തൊടിയൊക്കെ ഒന്ന് ചപ്പും ചവറൊക്കെ ഒന്ന് കത്തിക്കാൻ വിചാരിച്ചു. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. ഈ മൂച്ചിയുടെയൊക്കെ ഇലകളും മാവിൻ്റെ ഇലയൊക്കെ അങ്ങനെ മുറ്റത്ത് വീണിട്ട് അങ്ങനെ കത്തിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കത്തിച്ചു. അപ്പോൾ കുറച്ച് നല്ല ചൂടായ കാരണം കത്തിക്കാനൊന്നും പറ്റില്ല, പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ പട്ട വെട്ടണതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പട്ട കൂട്ടി വെക്കണതൊക്കെ. അപ്പോൾ അത് ഇനി വെട്ടാണ്ട് കുറച്ച്. അപ്പോൾ ഞാനൊരു 25 പട്ട ഞാൻ വെട്ടിയിട്ടേ ഇന്ന് കടയിലേക്ക് പോവുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മനസ്സിൽ അങ്ങനെ വിചാരിച്ചു, എന്നാലാണ് പണിയോട് ഒരുങ്ങുള്ളൂ. അപ്പോൾ ഞാൻ 25 പട്ട എണ്ണിയിട്ട് തന്നെ ഞാൻ വേഗം പട്ടയൊക്കെ വെട്ടി. അപ്പോൾ സമയം അപ്പോഴേക്ക് ആവാറായിട്ടുണ്ടായിരുന്നു, ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് 10 മണിയുടെ ഒരു ബസ്സുണ്ട്, ആ ബസ്സിനാണ് പോവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാലാണ് പണികളൊക്കെ ഒരു ഇതൊക്കെ ഒരുങ്ങുള്ളൂ. അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് പട്ട വെട്ടാനിരുന്നു, ചപ്പും ചവറൊക്കെ കത്തിച്ചിട്ട്. അങ്ങനത്തെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചൊക്കെ കാണിക്കണത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അച്ഛനെ കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണം. അച്ഛന് ശ്വാസം മുട്ടലായത് കാരണം 2 ആഴ്ച കൂടുമ്പോൾ അച്ഛനൊരു ശ്വാസം മുട്ടൽ ഇളകും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. അത് പഞ്ചായത്ത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. അവിടെ നിന്ന് ആവി പിടിച്ച് കഴിഞ്ഞാൽ അത് ഭേദമാവും. പിന്നെ ശ്വാസം മുട്ടലിൻ്റെ ഗുളികയും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അച്ഛനവിടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പട്ട വെട്ടുന്നുണ്ടപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പോവാറായില്ലേ എന്ന്. സമയമുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെയുള്ള സമയം കൊണ്ട് വേഗം ഞാൻ പട്ടകളൊക്കെ ഒന്ന് ഒതുക്കി. ഇനി ഒരു ചായപ്പ് കെട്ടണം. അത് ബിജേട്ടനോട് ചായപ്പൊക്കെ കെട്ടിയിട്ട് വിറകൊക്കെ ഒന്ന് ഒതുക്കണം. മഴക്കാലമായില്ലേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ചിലരൊക്കെ പറയുന്നുണ്ട് ഇഷ്ടമാവുന്നുണ്ട്, നല്ല വീഡിയോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ വീട്ടിൽ തന്നെ പുളി ഉണ്ടായതാണ് കേട്ടോ. പുളിങ്ങ എന്ന് പറയില്ലേ, പുളി. അപ്പോൾ അത് കുറച്ച് ഇപ്പം പുളിയുടെ സമയമൊക്കെ കഴിഞ്ഞിറക്കണം, പക്ഷേ അവസാനം വീണ് കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് വെയിലത്തിട്ടതാ, ഒന്നും കൂടി ഉണങ്ങാണ്ട്. അങ്ങനെ എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ. വേഗം ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സ് മാറലും പൗഡർ ഇടലും ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ കേട്ടോ. ഷോപ്പിലേക്ക് പോവല്ല. എന്തായാലും ഒന്ന് നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ല, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം പറയില്ല, അതേപോലെ ഉള്ളത് വൃത്തിയിൽ പോവാം. എന്തായാലും ഹോസ്പിറ്റലിലേക്കും പോകണം, അങ്ങനെ ഷോപ്പിലേക്കും പോകണം. അപ്പോൾ എന്തായാലും ബസ് വരേണ്ട സമയമായി കേട്ടോ. ഇനി ചോറാക്കണം, കുറച്ച് പണിയുണ്ട്. കൂട്ടാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കൂട്ടാനൊന്നും കൊണ്ടുപോകണില്ല. കാരണം നല്ല ചൂടായ കാരണം ഒരു പാക്കറ്റ് തൈര് എന്തെങ്കിലും വാങ്ങിയിട്ട് ചോറുണ്ടാൻ വിചാരിച്ചു. വേഗം ചോറും പാത്രത്തിൽ വെറുതെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ബാഗിലാക്കി. അപ്പോഴേക്കും അച്ഛൻ റോഡിൻ്റെ അങ്ങോട്ട് പോയി, ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ നടന്നോളാൻ പറഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എൻ്റെ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ പരമാവധി എൻ്റെ വീഡിയോസുകൾ നേരം പോലെ സംസാരിക്കാനും വിടാനൊക്കെ നേരെ നോക്കാം. അപ്പോൾ എല്ലാവരും പറയുമ്പോഴാണ് എനിക്കിങ്ങനെ അത് ശരിയാക്കണം എന്നുള്ളൊരു ഇത് വരണത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം. അവിടെ ഒരു കുഴപ്പമില്ല, ദേഷ്യം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ബസ് കയറി അച്ഛൻ ബസ്സിലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷോപ്പിലെത്തിയിട്ട് അച്ഛൻ്റെ ഡോക്ടറെ കാണിക്കുന്ന കടലാസൊക്കെ ഷോപ്പിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഇതാണ് എൻ്റെ ഷോപ്പ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരനെ കണ്ടു. അച്ഛൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ അവിടെ ഉള്ളത് തന്നെയാണ് സുന്ദരേട്ടൻ പറഞ്ഞ ആൾ. അപ്പോൾ അച്ഛനായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ കടയിലേക്ക് വന്ന പരിചയം തന്നെ കേട്ടോ, വേറെ പരിചയമൊന്നുമില്ല വാണിയംകുളത്ത്. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ വെയിലായ കാരണം 10:15 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കണം പറഞ്ഞിട്ട്, ചൂടത്ത് ചായ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അച്ഛൻ വെള്ളം മതി പറഞ്ഞു. കാലത്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ അച്ഛനെന്താ ചായ കൊടുക്കാത്തത്, എന്താ വെള്ളം കൊടുക്കാത്തത് ചോദിക്കരുത് കേട്ടോ. അല്ല, കഴിക്കാൻ വാങ്ങാത്തത് ചോദിക്കരുതേ. രാവിലെ കഴിച്ചിട്ട് ആണ് വന്നത്, അതുകൊണ്ടാണ്.
അങ്ങനെ ഇവരുടെ സംസാരം കഴിഞ്ഞില്ല കേട്ടോ. എന്തായാലും സമയമായി, എന്തായാലും അത് പോയിട്ട് വേണം എനിക്ക് തയ്ക്കാനുള്ളതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനും അച്ഛനും യാത്ര പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, പോവാണ്. നല്ല തിരക്കാണ്, പണ്ടത്തെ പോലെ നല്ല വാണിയംകുളത്തൊക്കെ ഭയങ്കര തിരക്കാണ്. ഒന്ന് റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ റോഡൊക്കെ മുറിച്ച് കിടന്നു. അവിടെ എത്തി, ഹോസ്പിറ്റലിലെത്തി. അച്ഛൻ്റെ വെയിറ്റൊക്കെ നോക്കി. വെയിറ്റ് 46 ഉള്ളൂ കേട്ടോ. എന്നാലും വെയിറ്റ് വളരെ കമ്മിയാണ്. ഞാനും വെയിറ്റൊക്കെ നോക്കിട്ടോ. വെയിറ്റ് ഞാൻ പറയുന്നില്ല, അച്ഛൻ്റെ കള്ളം കൂടുതൽ എന്തായാലും ഉണ്ട്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുപോലെ തന്നെ അച്ഛനോട് ആവി പിടിക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ മരുന്ന് കൊടുന്നിട്ട് ഇവിടെ ആവി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സിസ്റ്റർ വന്നിട്ട് ആവിയൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ അച്ഛന് കുറേ ഒരു സമാധാനമാണ്. 2 ആഴ്ച കൂടുമ്പോഴാണ് ഇങ്ങനെ നല്ലോണം വരുള്ളൂ. അതുവരെ ഒരു 8-10 മരുന്നുണ്ട് സ്ഥിരമായി കഴിക്കണത്. അപ്പോൾ ആരോഗ്യം കമ്മിയാകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ അത്. അങ്ങനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ആവി പിടിച്ചു. അതൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിൽ പോവല്ല, കടയിലേക്ക് പോയിട്ട് വേണം പോകണമെങ്കിൽ. ഇതാണ് ഞങ്ങളുടെ വാണിയംകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇത് ഞങ്ങളുടെ PK ദാസ് ഹോസ്പിറ്റലാണ് വാണിയംകുളത്തെ. ഇനി ഞങ്ങൾ ഷോപ്പിലേക്ക് പോട്ടെ കേട്ടോ. ഷോപ്പിലേക്ക് പോണ വഴിക്ക് അച്ഛനോട് ചായ കുടിക്കണോ വെച്ചാൽ വേണ്ട പറഞ്ഞു. വെള്ളം മതി പറഞ്ഞു. അപ്പോൾ എന്തായാലും തണുപ്പില്ലാത്തൊരു സോഡ വാങ്ങിയിട്ട് അച്ഛന് കൊടുത്തു. അച്ഛന് വേറെ ഒന്നും വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ തണുപ്പില്ലാത്ത സോഡ ഒക്കെ അച്ഛനിരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ മകൻ ദേ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ മകൻ്റെ ഒപ്പം അച്ഛനെ വിടാനാണ്. അങ്ങനെ അച്ഛൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങി. ഒരു ചുരിദാർ തയ്ക്കാണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ചുരിദാറൊക്കെ ഇരുന്ന് തയ്ച്ചു. അപ്പം സമയം 12:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കാണണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതേപോലെ ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചോറ് കൊടുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ വേഗം ഒരു പാക്കറ്റ് തൈര് വാങ്ങി. ബാക്കി എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാമല്ലോ തൈര്. അപ്പോൾ നല്ല കട്ടി തൈരായിരുന്നു, പുളിയില്ലാത്ത തൈര്. അതിൽ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചിട്ട് അങ്ങോട്ട് തൈര് കൂട്ടിയിട്ട് ചോറുണ്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോറുണ്ടോ കേട്ടോ. വേനൽക്കാലത്ത് നല്ലതാ. ഉപ്പേരിയും വേണ്ട, ചോറും വേണ്ട. ഉപ്പേരിയും വേണ്ട, കൂട്ടാനും വേണ്ട. 35 രൂപ കൊടുത്തൊരു പാക്കറ്റ് തൈര് കിട്ടും. 10 രൂപ കൊടുത്ത പാക്കറ്റ് അച്ചാറും കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാറായി കേട്ടോ. ഊണ് കഴിഞ്ഞു. മാങ്ങാച്ചാറും കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ചുരിദാർ തയ്ക്കലും കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.